പടക്കത്തിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാണി പാളി പോയി ഗൈസ് നോക്കിയാൽ അതുകൊണ്ട് ഗൈസ് നമ്മ ഒരു വീഡിയോ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാണി പാളി പോയി ഗൈസ് നോക്കിയതാ ഒരു പടക്കത്തിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാണി പാളി പോയി ഗൈസ് നോക്കിയാൽ അതുകൊണ്ട് എനിക്ക് ഹായ് ഫ്രണ്ട്സ് ഒന്ന് പറയാൻ പറ്റുന്ന ഭയങ്കര വേദനയാണ് ഗൈസ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഹായ് ഫ്രണ്ട്സ് പോലെ പറഞ്ഞു ഗൈസ്. അപ്പോൾ പറയാൻ കഴിക്കില്ല പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറിന് എല്ലാ മച്ചന്മാരും പ്രാങ്ക് ആക്കി വീടാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഇത് മേക്കിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ, ഇത് ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് കണ്ടിട്ട് ഓക്കെ അടിപൊളി ഒറിജിനൽ അടിപൊളി എല്ലാം പോകുന്ന അടിപൊളി ഓക്കെ നിങ്ങൾ ഫസ്റ്റ് നെട്ടിട്ടുണ്ടാവും കണ്ടപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങളല്ലേ എന്നെ ഹായ് ഫ്രണ്ട്സ് പോലെ തരുമോ നിങ്ങളെ പ്രാങ്ക് അക്കൗണ്ട് ഓക്കെ. അപ്പോൾ അല്ല നിങ്ങൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോവാം ഓക്കെ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഫേക്ക് ബ്ലഡ് തയ്യാറാക്കാൻ മനസ്സിലാവും വേണ്ട സാധനം എന്ന് വെച്ചാൽ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കോഴച്ചെടുക്കുന്ന കളർ ഫ്രണ്ട്സ്, പിന്നെ കൊക്കോ പൗഡർ വേണം ഫ്രണ്ട്സ്. അപ്പോൾ അതിന് പിന്നെ മഞ്ഞപ്പൊടി വേണം, പിന്നെ നമുക്ക് വേണ്ടത് മൈദാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്ര സാധനം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു കളർ ഇട്ടാൻ വേണ്ടി ഒരു സർവത്തിൻ്റെ കളർ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ഗ്ലാസ് വേണം ഫ്രണ്ട്സ്. അപ്പോൾ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വേണം ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഒരു കാലി ഒരു പ്ലേറ്റ് അങ്ങനെയൊക്കെ പറയാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് പരിപാടി ഫ്രണ്ട്സ് നമ്മളെ കോഴച്ചപ്പെടുന്ന കളറില്ല ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടിച്ചിട്ട് നല്ല മജയിലൊന്നും ഇട്ട് കൊടുക്കാം, നമ്മളെ പ്ലേറ്റിലേക്ക് നല്ല മജയിലൊന്നും ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എത്രത്തോളം എഫക്റ്റ് കിട്ടണോ അത്രത്തോളം നമുക്ക് ഇട്ടെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാക്സിമം ഇട്ടെടുത്തിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു കളർ ഇട്ടാൻ വേണ്ടി നമ്മൾ സർവ്വതിൻ്റെ കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കാണുന്നുണ്ടാവുക ഒരു മാക്സിമം നല്ലോണം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ കാണുന്നുണ്ടാവുക മൊത്തത്തിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിയാൽ അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ആവശ്യത്തിന് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ 3 ഒഴിച്ചു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് കയറുക ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സാധനം ഉണ്ട് അത്രത്തോളമായിട്ട് ഉപയോഗിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉപയോഗിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് അത് കട്ടി കിട്ടുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ചുകൂടി ഉപയോഗിച്ച് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതിന് ശേഷം നമ്മളെ മഞ്ഞപ്പൊടിയില്ലേ ഫ്രണ്ട്സ്, മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പം അപ്പോഴേ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. റിയാക്ഷൻ ഒരു കളർ വരില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ അതിന് ശേഷം ഫ്രണ്ട്സ് അപ്പോൾ അത് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മളെ കൊക്കോ പൗഡറല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തത് ഫ്രണ്ട്സ്. അപ്പോൾ അതിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടി ഡാർക്ക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തത് ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് ഇടുമ്പോൾ അത് ഒരു വെറുതെ ഒരു എന്തോ പോലെ ഉണ്ടോ അത് നിങ്ങൾ കാണുമ്പോൾ അത് അത്ര ഒരു എഫക്റ്റ് അടിക്കില്ല, അട്രാക്റ്റീവ് ആയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇത് വരും ഫ്രണ്ട്സ്. അപ്പോൾ പെട്ടെന്നൊരു സംഭവം നടക്കും. അവിടെ കണ്ടില്ല അടിപൊളി ഡാർക്ക്നെസ് നല്ല നമ്മളെ കട്ടച്ചോരൻ എങ്ങനെയാണെന്നില്ല ഫ്രണ്ട്സ്. ആ കട്ട രക്തം കൈമീൻ അങ്ങനെയൊക്കെ പറയാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ സെറ്റപ്പായി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ ബ്ലഡ് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ലൈക്ക് കൂടി അടിച്ചാൽ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കൈ കുടിച്ചേക്കുമ്പോൾ അടിപൊളിയാണ് ഫ്രണ്ട്സ്. നമ്മളെ ഒറിജിനാലിറ്റി ബ്ലഡ് തന്നെ കഴിച്ച് നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കഴിച്ച്. അപ്പോൾ ഓക്കെ അപ്പോൾ കൈക്കെല്ലാം ഫോക്കസ് ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ബ്ലഡ് സെറ്റായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സ്കിന്ന് തയ്യാറാക്കണം ഫ്രണ്ട്സ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് മൈദ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ സെറ്റപ്പായി എടുത്തിട്ടുണ്ട്. നമ്മളെ കൈ അത്രത്തോളം ഒരു അളവിൽ നമുക്ക് മൈദ എടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ കൈക്ക് സെറ്റപ്പാക്കിയുള്ള മൈദ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വാട്ടർ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അത് നമുക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പം നല്ലൊരു നമ്മളൊരു ഇങ്ങനെ പശ പോലെ രൂപത്തിലാക്കി എടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ മൈദ നമ്മൾ മിക്സ് ചെയ്തിട്ട് പശ പോലെ രൂപത്തിലാക്കി എടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ നമ്മൾ സെറ്റപ്പായി തന്നെ എടുക്കുന്നുണ്ട്, മൈദ സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കാണുന്നുണ്ട് നമ്മൾ പശ പോലെ തന്നെ സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഏകദേശമായി ഇതിനൊന്ന് ഫുള്ളായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ കൈക്കിട്ട് ആഡ് ചെയ്ത് സെറ്റപ്പാക്കി എടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വാട്ടർ ഒഴിച്ച് സെറ്റപ്പാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കാണുന്നുണ്ട് സെറ്റപ്പാക്കി മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ മൈദാനൊക്കെ ഒരു പശ പോലെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇപ്പോൾ കാണുന്നുണ്ടോ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കൈക്കായിടുന്ന പരിപാടിയാണ്. അപ്പോൾ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കൈക്കിന് ആഡ് എടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കൈക്കൊരു മാക്സിമം നമ്മളെ സ്കിന്ന് ആവാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിയാൽ അടിപൊളിയായി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കാണുന്നുണ്ട് നോക്കിയതാ ഇങ്ങനെ മജയിങ്ങനെ ചട്ടപ്പാൻ്റെ ആഡ് ചെയ്തെടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ അതിന് മൊത്തം ഫിൽ ചെയ്യുക ഓക്കെ. എന്നിട്ട് നമുക്ക് കാണാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മളെ എല്ലില്ലേ ഫ്രണ്ട്സ്, നമ്മളെ കൊട്ടുന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫ്രണ്ട്സ്. അപ്പോൾ അതാക്കാൻ വേണ്ടി നമ്മൾ ഈർക്കിലാണ് ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ കാണുന്നുണ്ടോ ഈർക്കിൽ സെറ്റപ്പായി തന്നെ വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അടിപൊളി ഈർക്കിൽ സെറ്റപ്പാക്കി വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് മൊത്തം ബ്ലഡിൽ സെറ്റപ്പാക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അടിപൊളിയായി കുറച്ച് ഇങ്ങനത്തെ വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ അവിടെയല്ലേ നമ്മളെ എല്ലില്ല. അപ്പോൾ കറക്റ്റ് കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിക്കോ
പിന്നെ മുതിർന്നവരെ ആരും പേടിപ്പിക്കണം ഫ്രണ്ട്സ്. ഐ മീൻ നല്ല വയസ്സായ ആൾക്കാർ അവർ ചെറിയൊരു ഹാർട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ അവരെ അടിച്ച് പോകും പെട്ടെന്ന്. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, അതുകൊണ്ട് അവർ നിങ്ങൾ ഡേഞ്ചറെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ അത് വലിയ സീനാവും, വൺ സീനാവും ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, സെറ്റപ്പായി തന്നെ നമ്മൾ മൈദ ഇങ്ങനെ ഒഴിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ സെറ്റപ്പായി നമ്മൾ മൈദ ഇങ്ങനെ സെറ്റപ്പാക്കി തന്നെ ഇങ്ങനെ ഒട്ടിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ അതിന് ശേഷം കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫേക്ക് ബ്ലഡ് തയ്യാറാക്കി വെച്ചാൽ ബ്ലഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പം സെറ്റപ്പായി തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രണ്ട്സ്. പമ്പ് സീന് ഗൈസ് നോക്കിയതാ, സെറ്റപ്പായി തന്നെ ഒഴിച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അതിൻ്റെ സെറ്റപ്പായി ഒന്ന് നമ്മളെ നിരത്തി കൊടുക്കുക ഫ്രണ്ട്സ്. ബ്ലഡ് നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ അതേ സ്കിന്നിൻ്റെ അതേ രൂപത്തിൽ വരും ഫ്രണ്ട്സ്. നമ്മൾ കാണുന്നുണ്ട് സ്കിന്നിൻ്റെ അതേ രൂപത്തിൽ വരും ഫ്രണ്ട്സ്. അപ്പോൾ സെറ്റപ്പായി തന്നെ മൊത്തം കള്ള അടിപൊളിയാണ് ഫ്രണ്ട്സ്. നോക്കിയതാ സെറ്റപ്പാണ് ഫ്രണ്ട്സ്. നോക്കിയ ഫ്രണ്ട്സ്. അപ്പം ജസ്റ്റ് ഫാസ്റ്റ് ഒക്കെ വീഡിയോ എന്നിട്ട് നമുക്ക് കാണാം ഫ്രണ്ട്സ്. ഓക്കെ യോ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്ലഡ് നമ്മളെ മൈദയിൽ മിക്സായി സെറ്റപ്പായി നിന്നാണ് ഗൈസ്. നോക്കിയ ഗൈസ് അസൽ ഒറിജിനാലിറ്റി ഗൈസ്. അപ്പോൾ ആക്സിഡൻ്റ് ആയപ്പോൾ റിയൽ ഗൈസ് എനിക്ക് പക്കറിയില്ല ആ ഒരു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈർക്കിലൊക്കെ സെറ്റപ്പായി നിന്ന് തന്നെ ഫ്രണ്ട്സ് നമ്മൾ കാണുന്നുണ്ട്. അടിപൊളിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ മൊത്തം കണ്ടില്ല ഫ്രണ്ട്സ്. നോക്കിയാൽ അത് കറക്റ്റ് ആക്സിഡൻ്റ് ആയപ്പോൾ നമ്മളെ ആ പുറത്തേക്ക് നമ്മളെ ഒരു എല്ല് അതിൽ വന്ന ഒരു ഫീലിംഗ് ആണ് ഗൈസ്. നോക്കിയതാ അമ്പു സീന് ഗൈസ്. നോക്കിയ കറക്റ്റ് ഒറിജിനാലിറ്റി ഗൈസ്. അടിപൊളിയാണ്. നോക്കിയതാ കറക്റ്റ് ഒറിജിനൽ പോലെ ഗൈസ് കാണുന്നത്. നോക്കിയതാ ഒറിജിനൽ അടിപൊളി പോലെ ഒറിജിനൽ പോലെ കാണുമ്പോൾ അങ്ങനെ തോന്നി ടാഗ് ഒന്ന് കമൻറ്റ് ചെയ്തേ ഗൈസ്. അപ്പോൾ നോക്കിയത് അടിപൊളിയാണ് ഗൈസ്. നോക്കിയാൽ സീൻ നോക്കിയത് അതുകൂടെ നോക്കുന്നത് ഒരു എല്ലിങ്ങനെ പൊന്തി വന്ന പോലെ ഗൈസ്. അപ്പോൾ സീൻ നോക്കിയ ഫേവറാണ് ഗൈസ്. കണ്ടില്ല അടിപൊളിയായിരുന്നു, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഒന്നും പറയാനില്ല ഗൈസ്. ഓക്കെ